ഇനി നമുക്ക് നോക്കാം. ആകാശം സാധാരണയായി നീല നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ട്? പ്രകാശത്തിന്റെ വിസരണം എന്താണ് അതിനുത്തരം? ആ ഒരു ടോപ്പിക് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു രേഖാചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? സൂര്യപ്രകാശം, ഇത് നമ്മുടെ ഭൂമി, ഇത് ഭൂമി. ഇപ്പോൾ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടോ, പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകളിൽ തട്ടി ചിതറുന്നതിന്റെ രേഖാചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശം ചിതറുന്നത് ഏതു തരത്തിലാണ്? ക്രമരഹിതമായിട്ടാണ് പ്രകാശം ചിതറുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഭൂമി, ഭൂമിക്ക് ചുറ്റുമുള്ള വായു, അവിടെ പ്രകാശം ഇങ്ങനെ ചിതറുന്ന ചിത്രമാണ് കൊടുത്തത്. സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചിതറൽ ഇടയാക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ് എല്ലായിടത്തും വ്യാപിക്കുന്നത്. പ്രകാശം ഇപ്രകാരം ചിതറുന്ന പ്രതിഭാസമാണ് വിസരണം. നോക്കൂ, എന്താണ് വിസരണം എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി. ഓക്കെ, മാധ്യമത്തിലെ കണങ്ങൾ എന്ന് വെച്ചാൽ മാധ്യമം എന്ത് ആവാം അല്ലെ? ഇവിടെ വായുവാണ് മാധ്യമം, അന്തരീക്ഷമാണ് അല്ലേ? അതേപോലെ ഇവിടെ മാത്രമല്ല, വെള്ളത്തിലൊക്കെ ഇങ്ങനെ വിസരണം സംഭവിക്കാം. അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ പറയുന്നു, മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും, പ്രത്യേകിച്ച് ക്രമം അതിന് പറയാനില്ല, പിന്നെയോ ഭാഗികവുമായ, പൂർണ്ണമായിട്ടും ഇങ്ങനെ ചിതറുന്നു എന്ന് പറയാൻ കഴിയില്ല, ഭാഗികമായിട്ട് മാത്രമേ ചിതറുന്നുള്ളൂ. ദിശാവ്യതിയാനമാണ് വിസരണം. ഓക്കെ, എന്താണ്? മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിൽ സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. ഓക്കെ, നോക്കുക, പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾക്കെല്ലാം വിസരണം സംഭവിക്കുന്നത് ഒരുപോലെയാണോ? നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസ് പാത്രത്തിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ജലമെടുക്കൂ. ചിത്രത്തിലേതുപോലെ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മികൾ പാത്രത്തിലെ ജലത്തിലൂടെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കൂ. വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ സോഡിയം തയോസൾഫേറ്റ്, ഇത് ഓർമ്മിക്കുന്നതാണ്, സോഡിയം തയോസൾഫേറ്റ് ഓക്കെ, പാത്രത്തിലെ ജലത്തിൽ ലയിപ്പിക്കുക. അതായത് ഇതിൽ 1 ലിറ്ററാണ് വെള്ളം ഉള്ളതെങ്കിൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് അതിൽ ചേർക്കണം എന്നർത്ഥം. പാത്രത്തിലെ ജലത്തിൽ ലയിപ്പിക്കുക. അതിലേക്ക് 1-2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കൂ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പാത്രത്തിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കണം. എന്നിട്ടോ ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ അതിലേക്ക് സോഡിയം തയോസൾഫേറ്റ് ലയിപ്പിക്കണം. എന്നിട്ട് അതിൽ 1-2 ഇങ്ങനെ ഒരു പ്രകാശരശ്മി ഇങ്ങനെ ക്രമീകരിക്കണം, ഒരു ടോർച്ച്. ഓക്കെ, എന്നിട്ടോ അതിലേക്ക് 1-2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. ഓക്കെ, 2 കാര്യമുള്ളൂ, സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലായനിയിലും സ്ക്രീനിലും പ്രകാശത്തിനുണ്ടാകുന്ന ക്രമാനുഗതമായ മാറ്റം നിരീക്ഷിക്കുക. നോക്കുക, ഇവിടെ എന്താണ്, വെള്ളം നിറച്ചിട്ടുണ്ട്, അതിലേക്ക് സോഡിയം തയോസൾഫേറ്റ്, എന്നിട്ട് അതിൽ 1-2 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർത്തിട്ട് ജസ്റ്റ് നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രകാശം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്രീനിലേക്ക് ആദ്യം ഈ ഒരു ധവളപ്രകാശം തന്നെ ഇവിടത്തേക്ക് എത്തുന്നുണ്ട് അല്ലേ? എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ്, ഇതിൽ കുറേശ്ശെ നീല വ്യാപിക്കാൻ തുടങ്ങി അല്ലേ? ഇവിടുത്തെ പ്രകാശം കുറച്ച് നിറം മാറുന്നുണ്ട്, ആ വെള്ളക്ക് പകരം ചെറുതായിട്ട് ഒരു മഞ്ഞ രീതിയിലേക്ക് പ്രകാശം വരാൻ തുടങ്ങി. ഇപ്പോൾ സമയം കഴിയുന്തോറും നീല നന്നായിട്ട് വ്യാപിക്കുന്നു. ഇവിടെ കണ്ടു, കുറച്ച് മഞ്ഞ ഷെയ്ഡിലേക്ക് പ്രകാശം വരാൻ തുടങ്ങി അല്ലേ? നീലക്കൊക്കെ ഏകദേശം ഇവിടെ വിസരണം സംഭവിച്ചു കഴിഞ്ഞു കുറേയൊക്കെ. സമയം കഴിയുന്തോറും കണ്ടോ, ഇവിടെ ഒരു ഓറഞ്ച് നിറത്തിലേക്കൊക്കെ മാറാൻ തുടങ്ങി. അവസാനം ഒരു ചുവന്ന നിറത്തിലേക്ക് ഇവിടെ പ്രകാശം എത്തുന്നു. ബാക്കിയൊക്കെ ഇവിടെ വിസരണത്തിന് വിധേയമായിട്ട് പോകുന്നു. ഓക്കെ, നോക്കുക, ഇവിടെ ഇതൊക്കെ ചേർക്കുന്നതിന് മുമ്പ് സാധാരണ ഈ ടോർച്ച് ലൈറ്റ് ഇപ്പുറത്തേക്ക് വരുന്നത് കാണും. ഓക്കെ, സാധാരണ ഈ ഒരു നിറത്തിൽ തന്നെ ഇവിടെ എത്തുന്നത് കാണും. എന്നാൽ നമ്മൾ ഈ പരീക്ഷണം ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം എന്താവുമെന്ന് വെച്ചാൽ നീല നിറമായിരിക്കും ഇതിൽ വ്യാപിക്കുന്നത്. ഈ ഒരു രീതിയിൽ അല്ലേ, നീല നിറം പതിയെ ഇതിൽ വ്യാപിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ചേർത്തതിന് ശേഷം എന്താണ്, പ്രകാശം വെളുത്ത ലൈറ്റ് പതിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇതിൽ വിബ്ജിയോർ പല വർണ്ണങ്ങൾ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിൽ നീല വർണ്ണം ആദ്യം പതിയെ ഇതിൽ വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സ്ക്രീനിലുള്ള പ്രകാശത്തിലും വ്യത്യാസം വരും. ആദ്യം ഒരു മഞ്ഞ നിറമായിരിക്കും ഇവിടത്തേക്ക് എത്തുന്നത്, പിന്നെ ഒരു ഓറഞ്ച് നിറമായിരിക്കും, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു ചുവന്ന നിറമൊക്കെ ആയിരിക്കും ഇവിടത്തേക്ക് എത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് സ്ക്രീനിൽ തെളിയുന്ന വർണ്ണം ഏതാണ്? ചുവപ്പാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ? എന്താണ് പറഞ്ഞത്, ആദ്യം ഈ പരീക്ഷണമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, വെളുത്ത രശ്മി ഇങ്ങനെ തന്നെ വന്നിട്ട് ഇവിടെ പതിക്കുന്നതായിട്ട് കാണും. പിന്നെ ഇവിടെ പരീക്ഷണം തുടങ്ങി കഴിഞ്ഞാൽ ക്രമേണ ഇതിനകത്ത് നീല നിറം വ്യാപിക്കും. ഇവിടത്തേക്ക് എത്തുന്ന പ്രകാശരശ്മി ചുവന്ന നിറമായി വരാൻ തുടങ്ങും. ഓക്കെ, നോക്കുക എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ? സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കൊളോയിഡൽ സൾഫർ, എന്താണ് കൊളോയിഡൽ സൾഫർ അവക്ഷിപ്തപ്പെടുന്നു ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട്.
ക്രമേണ ഈ കണങ്ങളുടെ വലിപ്പം എന്താണ് കൂടി വരും. ഈ കൊളോയിഡ് സൾഫർ അവക്ഷിപ്തപ്പെടുന്നു. ക്രമേണ എന്താണ് ആ കണങ്ങളുടെ വലിപ്പം കൂടി വരും. അപ്പോൾ എന്താണ് വിസരണം ഇവിടെ കൂടുതലായിട്ട് സംഭവിക്കും. കൂടുതലായിട്ട് ഇതിനകത്ത് ചിതറും പ്രകാശം. സൾഫർ കണങ്ങളുടെ വലിപ്പം ക്രമേണ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് വിസരണത്തിനുണ്ടാകുന്ന വ്യത്യാസം തരംഗദൈർഘ്യവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യൂ. എന്താണ് കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണവും നല്ലോണം കൂടുന്നു. അതുകൊണ്ട് അവസാനം ഇവിടത്തേക്ക് ഉണ്ടോ ചുവപ്പ് മാത്രമേ എത്തുന്നുള്ളൂ. ഈ ചുവപ്പിന് എന്താണ് വിസരണം താരതമ്യേന കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വിസരണം കുറവായിരിക്കും. നമുക്ക് വിബ്ജിയോർ നമുക്കറിയാമല്ലേ, വിബ്ജിയോർ വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള നിറങ്ങളിൽ തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണെന്ന് നമുക്കറിയാം. ഏതിനാണ്? റെഡിനാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിനൊക്കെ എന്താണ് വിസരണം വളരെയധികം കുറവാണ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വിസരണം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ അവസാനം പരീക്ഷണം നടത്തി എന്താണ് കൊളോയിഡ് സൾഫറിന്റെ ഒക്കെ ആ ഒരു വലിപ്പമൊക്കെ കൂടി വന്നു, ആ കണങ്ങളുടെ വലിപ്പം. എന്നിട്ടും റെഡ് ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ട്? തരംഗദൈർഘ്യം കൂടിയ റെഡിന് വിസരണം വളരെ കുറവായതിനാലാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ് ചുവപ്പാണ് ഇവിടെ എത്തിയതല്ലേ, എന്നിട്ടും ചുവപ്പ് എന്നിട്ടും എത്തി. കണങ്ങളുടെ വലിപ്പമൊക്കെ കൂടി വന്നു, ചുവപ്പ് എന്നിട്ടും എത്തി. അപ്പോൾ ഈ ചുവപ്പിന് എന്താണ് നമുക്കറിയാം, തരംഗദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വിസരണം കുറവായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേസമയം നമുക്കറിയാം അല്ലേ, എന്താണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവയ്ക്കൊക്കെ എന്താണ് തരംഗദൈർഘ്യം കുറവാണ്. അപ്പം അതിന് വിസരണം നന്നായിട്ട് സംഭവിക്കുകയും ചെയ്തു. നമുക്ക് അടുത്ത് നോക്കുക. സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, നീല എന്നീ വർണ്ണങ്ങൾക്ക് അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണം സംഭവിക്കുന്നു. ഇവയ്ക്ക് കൂടുതൽ വിസരണം സംഭവിക്കും തരംഗദൈർഘ്യം കുറഞ്ഞവയ്ക്ക്. താരതമ്യേന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് വർണ്ണത്തിന് വിസരണം വളരെ കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലൂടെ ചുവപ്പ് വർണ്ണത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം കൂടുതലായിരിക്കും. ഓക്കെ, കണ്ടോ ഇവിടെ കണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ചുവപ്പ് വർണ്ണം കൂടുതൽ സഞ്ചരിച്ചു. അതേസമയം വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവയ്ക്ക് ഇതിനകത്ത് വ്യാപിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ആകെത്തുകയായ ഒരു നീല കളറായി നമുക്ക് ഒരു ലൈനിയെ കാണാൻ കഴിയുന്നത്. വിസരണത്തിന്റെ അളവും. അപ്പോൾ നമ്മൾ വിസരണം രണ്ട് പ്രധാന പോയിന്റാണുള്ളത്. എന്താണ്? ഒന്ന് വിസരണവും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം. അതാണ് പറഞ്ഞത്. തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറവായിരിക്കും. ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് ഇതാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വിസരണത്തിന്റെ അളവും കണങ്ങളുടെ വലുപ്പവും തമ്മിലുള്ള ബന്ധമാണ്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. എന്താണ്? കണങ്ങളുടെ വലിപ്പം കൂടിയാൽ വിസരണവും കൂടും. അതാണ് ഇവ തമ്മിലുള്ള ബന്ധം. വലിപ്പം കൂടുമ്പോൾ വിസരണം കൂടും. അല്ലെ? കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ മറ്റൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? ഈ കണങ്ങളുടെ വലിപ്പം ഉണ്ടല്ലോ, അത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം, ഇപ്പോൾ ഇത് പ്രകാശമാണെങ്കിൽ പ്രകാശം ഇങ്ങനെ തരംഗ രൂപത്തിലാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ പ്രകാശത്തിന്റെ ഈ തരംഗദൈർഘ്യത്തേക്കാൾ ഒരു തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലാണ് കണങ്ങളുടെ വലിപ്പമെങ്കിൽ എല്ലാ വർണ്ണങ്ങൾക്കും ഒരേപോലെ വിസരണം സംഭവിക്കും. ഓക്കെ, ഇപ്പൊ 3 പോയിന്റ്. ഒന്ന് തരംഗദൈർഘ്യവും വിസരണവും തമ്മിലുള്ള ബന്ധം, പിന്നെ കണങ്ങളുടെ വലിപ്പവും വിസരണവും തമ്മിലുള്ള ബന്ധം, പിന്നെ ഒരു പോയിന്റ് എന്താണ്? കണങ്ങളുടെ വലിപ്പം ഈ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ സംഭവിക്കും എന്നത്. ഓക്കെ, ഈ 3 പോയിന്റ് എഴുതിയെടുത്തോ. ഓക്കെ, ഒരു 3 പോയിന്റ് എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത് നോക്കുക, ടിൻഡൽ പ്രഭാവം. ചിത്രത്തിലേതുപോലെ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു ബീക്കറിൽ ചോക്കുപൊടി കലർത്തിയ വെള്ളത്തിലൂടെ കടത്തി വിട്ടു നോക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? നമുക്കിങ്ങനെ പ്രകാശപാത വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചോക്കുപൊടി കലർന്ന ജലം സസ്പെൻഷന് ഉദാഹരണമാണ്. എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. എന്താണ്? നമുക്കറിയാം യഥാർത്ഥ ലായനി, ഉദാഹരണം ഉപ്പ് വെള്ളം അല്ലെ. അതേപോലെ പഞ്ചസാര ലായനിയൊക്കെ യഥാർത്ഥ ലായനിയാണ്. പിന്നെയോ കൊളോയിഡ്, അതായത് പാലൊക്കെ കലക്കിയ വെള്ളം. പിന്നെ സസ്പെൻഷൻ, അതിനൊരു ഉദാഹരണമാണ് ചോക്കുപൊടി കലക്കിയ വെള്ളം. അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ഈ കൊളോയിഡ് എന്ന് വെച്ചാൽ അതിന്റെ കണങ്ങളുടെ വലിപ്പം അതായത് യഥാർത്ഥ ലായനിയേക്കാൾ കുറച്ച് വലുതായിരിക്കും കണങ്ങളുടെ വലിപ്പം. അതേസമയം സസ്പെൻഷനേക്കാൾ കുറവുമായിരിക്കും. ഈ കൊളോയിഡ്, പാല് കലക്കിയ വെള്ളമൊക്കെ കുറേ സമയം അനക്കാതെ വെച്ചാൽ അത് അടിയുന്നില്ല, അതിലെ കണങ്ങൾ അടിഞ്ഞു വരുന്നില്ല. അതേസമയം സസ്പെൻഷൻ ആണെങ്കിൽ, ചോക്കുപൊടി കലക്കിയ വെള്ളമൊക്കെ ആണെങ്കിൽ കണങ്ങളുടെ വലിപ്പം താരതമ്യേന കൂടുതലായിരിക്കും അല്ലെ അതിൽ. അതുകൂടാതെ ഇതിലെ കണങ്ങൾ കുറെ കഴിഞ്ഞാൽ എന്താകും? ഈ ചോക്കുപൊടിയൊക്കെ അടിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കൊളോയിഡും സസ്പെൻഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഈ കൊളോയിഡിലെ കൂടിയും സസ്പെൻഷനിലെ കൂടിയും പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശപാത നമുക്ക് കാണാൻ കഴിയുന്നു.
ആ ഒരു പ്രതിഭാസത്തെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. നമുക്ക് താഴെ നോക്കാം. ഇപ്പൊ ചോക്കുപൊടി കലർത്തിയ ജലം സസ്പെൻഷന് ഉദാഹരണമാണ്. ഒരു സസ്പെൻഷനിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വിസരണം കാരണം പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ. അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് ഇതൊരു ഉദാഹരണം. അതേപോലെ നമുക്കറിയാം മഞ്ഞുകാലത്തൊക്കെ ശിഖരങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നതും വിസരണം മൂലമാണ്. ഈ മഞ്ഞ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊളോയിഡിന് ഉദാഹരണമാണ്. മഞ്ഞ് കാലത്തെ ആ ഒരു വായു ഒരു കൊളോയിഡിന് ഉദാഹരണമാണ്. അത് നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെ പറയാം. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതായത് ഈ കൊളോയിഡിലും പിന്നെ ചോക്കുപൊടി കലക്കിയ സസ്പെൻഷൻ പോലുള്ള ദ്രവത്തിലൊക്കെ എന്താണ്, ധാരാളം കണികകളുണ്ട് അല്ലെ, കണങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിലേക്കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിലെ കണികകൾ എന്താണ്, പ്രകാശിതമാകുന്നു. ഓക്കെ, അതിന് മീത്ത പ്രകാശം പതിക്കുമ്പോൾ എന്താവും, അത് പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. വിസരണത്തിന്റെ തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിസരണത്തിന്റെ തീവ്രത ആ കൊളോയിഡിലെ കണികകളുടെ വലുപ്പം എത്രമാത്രമാണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. കണികളുടെ വലുപ്പം കൂടുമ്പോൾ വിസരണത്തിന്റെ തീവ്രത എന്താണ്, കൂടുന്നു. മറ്റ് ചില സന്ദർഭങ്ങൾ നോക്കാം. ആകാശ നീലിമ. ആകാശം നീലനിറത്തിൽ കാണാനുള്ള കാരണം എന്തായിരിക്കും? അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ പ്രകാശം വിസരണത്തിന് വിധേയമാകുന്നു. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ഏതിനൊക്കെ ആയിരിക്കും? നമ്മൾ പറഞ്ഞു എന്താണ്, തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രകാശവർണ്ണം ഏതായിരിക്കും? ഇതിനൊക്കെ ഒരു ആകെത്തുകയായ ഒരു ആകാശനില എന്ന ഒരു നിറമായിരിക്കും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത്. കണ്ടോ, അതിന്റെ ചിത്രം കണ്ടോ, വിബ്ജിയോർ കണ്ടോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിവ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതിൽ 6 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നമുക്കറിയാം ഈ റെഡ്, ഓറഞ്ച്, യെല്ലോ ഇവയ്ക്കൊക്കെ താരതമ്യേന എന്താണ്, ഗ്രീൻ ഇവയ്ക്കൊക്കെ താരതമ്യേന തരംഗദൈർഘ്യം കുറവാണ്. അപ്പൊ ഇതിന് അധികം വിസരണം സംഭവിക്കുന്നില്ല, അങ്ങനെ തന്നെ കടന്നു വരുന്നു. അതേസമയം തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവയൊക്കെ എന്താണ്, ഇവിടെ വിസരണത്തിന് വിധേയമാകുന്നുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവയൊക്കെ ഇവിടെ കൂടുതലായിട്ട് വിസരണത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകെ തുകയായ നിറമാണ് ആകാശനിലയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷ വായുവിലൂടെ സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. അപ്പോൾ പ്രകാശത്തിന്റെ ഒരു ഭാഗം വിസരണത്തിന് വിധേയമാകുന്നു. വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, നീല എന്നിവയ്ക്കായിരിക്കും. ഈ വിസരിത പ്രകാശമാണ് ആകാശത്ത് വ്യാപിക്കുന്നത്. നിരീക്ഷകന്റെ കണ്ണിലെത്തുന്ന പരിണിത വിസരിത പ്രകാശം നീലവർണ്ണത്തിന്റെ ഫലം നൽകുന്നത് കൊണ്ട് ആകാശം നീലനിറത്തിൽ കാണുന്നു. ഓക്കെ, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണാൻ എന്തായിരിക്കും കാരണം? നോക്കുക, ഇവിടെ ചിത്രമുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഉച്ച സമയത്ത് സൂര്യൻ നേരെ മുകളിലാണ് അല്ലേ. ഈ സായാഹ്ന സമയത്തും പ്രഭാത സമയത്തും ഒക്കെയാണ് കൂടുതൽ ദൂരം നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഈ പ്രകാശത്തിന് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നത്. കണ്ടാൽ മനസ്സിലാവും അല്ലേ. കണ്ടോ, ഉച്ച സമയത്തൊക്കെ കണ്ടോ, ഇങ്ങനെ കുറച്ച് മാത്രമേ അന്തരീക്ഷത്തിലൂടെ നമ്മളുടെ കണ്ണിലെത്താൻ വേണ്ടിയിട്ട് പ്രകാശത്തിന് സഞ്ചരിക്കേണ്ടി വരുന്നുള്ളൂ. അതേസമയം പ്രഭാത സമയത്തും സായാഹ്ന സമയത്തൊക്കെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. നോക്കുക, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് നിരീക്ഷകന്റെ കണ്ണുകളിലെത്താൻ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ട ദൂരം മറ്റ് സമയത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഈ സമയങ്ങളിൽ ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത് ഏതൊക്കെ വർണ്ണങ്ങൾക്കായിരിക്കും? നമുക്കറിയാം, തരംഗദൈർഘ്യം താരതമ്യേന കൂടിയ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നിവയ്ക്കായിരിക്കും വിസരണം ഏറ്റവും കുറവ് സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ മറ്റു നിറങ്ങളൊക്കെ വിസരണം സംഭവിച്ച് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെത്തുന്ന വർണ്ണങ്ങളിൽ പ്രാമുഖ്യം ഏതിനായിരിക്കും? ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടിയ ഈ ചുവപ്പ്, അതെന്തായാലും നമ്മുടെ കണ്ണിലേക്ക് എത്താൻ അതിന് കഴിയുന്നുണ്ട്. കാരണം അതിന് തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട്. അപ്പൊ അതിനാണ് പ്രാമുഖ്യം ചുവപ്പിന്. അങ്ങനെയെങ്കിൽ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ മഞ്ഞയോ ഓറഞ്ചോ ആയി കാണാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മിക്ക് നിരീക്ഷകന്റെ കണ്ണുകളിലെത്താൻ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു.
ഈ സമയങ്ങളിൽ ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്നത് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നിവയ്ക്കാണ്. ഈ വർണ്ണങ്ങൾക്കാണ് നമ്മുടെ നിരീക്ഷകന്റെ കണ്ണുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാമുഖ്യം ഉള്ളത് അല്ലേ? ചുവപ്പിനൊക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം ഉള്ളത്. അതിനാലാണ് ചുവപ്പ് നിറത്തിലൊക്കെ, ചുവപ്പ്, ഓറഞ്ച് തുടങ്ങിയ നിറത്തിലൊക്കെ നമുക്ക് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കണ്ണും കാഴ്ചയും എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.